ഹലോ ഗായ്സ്, നമുക്കിന്നൊരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല വായിൽ വെള്ളമോർന്ന തരത്തിലുള്ള നല്ലൊരു മഷ്റൂം റോസ്റ്റാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ഞാൻ ഒരു പാക്കറ്റ് മഷ്റൂം വാങ്ങിച്ചതാണ്. അത് നല്ല രീതിയിൽ കഴുകിയിട്ട് അത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ക്ലീൻ ചെയ്യാൻ ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊന്നും ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇതിൻ്റെ പുറം ഭാഗത്ത് ഒരു തൊലിയുണ്ട്, അത് നമ്മൾ മെല്ലെ ഇളക്കി കളയണം. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഒരു കറുത്ത കളറ് ഒരു സാധനമുണ്ട്. അത് വൃത്തിയാക്കുന്നവർക്കാക്കാം, അല്ലാത്തവർക്കാക്കണമെന്നില്ല. എനിക്കത് കാണുമ്പോൾ എന്തോ പോലെയായിട്ട് ഞാനതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തണ്ടും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വേവുള്ളൊരു സാധനമാണ്. അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ നല്ല ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് എല്ലാം ചെറിയ ചെറിയ പീസാക്കണം, നമുക്ക് ക്ലീൻ ചെയ്യാനും പെട്ടെന്ന് പറ്റും. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മഷ്റൂമാണ് കേട്ടോ. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ മഴക്കാലമായതുകൊണ്ട് പറമ്പുകളിൽ നിന്നൊക്കെ കിട്ടാറില്ലേ, അതൊക്കെ നമുക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതെല്ലാം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒരു 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കത് അതിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ്, അതും നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ അതിലേക്ക് ആവശ്യമുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എല്ലാം നന്നായി വഴന്ന് വന്ന ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അത് നമ്മൾ മഷ്റൂം ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നല്ല വേവുള്ള സാധനമാണ്, അതുകൊണ്ട് കുറച്ചധികം സമയം തന്നെ അടുപ്പത്ത് തന്നെ വെക്കണം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവാൻ വെക്കണം. അത് കഴിഞ്ഞ് ഒന്ന് അടപ്പ് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് ഇതേപോലെ വേവാൻ വെക്കുക. അപ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിപ്പോയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, അത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. നല്ല തൂക്കി കൊടുത്തിട്ട് പിന്നെ ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതും കൂടി ഇടുമ്പോൾ നല്ല അടിപൊളി മഷ്റൂം റോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ബായ്.